നമസ്കാരം സുഹൃത്തുക്കളെ. ഇംഗ്ലീഷിൽ ചില വാക്കുകളിൽ ടി എന്ന അക്ഷരം നമ്മൾ ഉച്ചരിക്കാറില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ BUFFET. ഈ വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കാണ്. ഈ വാക്ക് ബുഫറ്റ് എന്നല്ല വായിക്കേണ്ടത്, ബുഫേയ്. ബുഫേയ്. ഇവിടെ അവസാനം വരുന്ന ടി സൈലന്റ് ആണ്. ഇനി വേറൊരു വാക്കാണ് BALLET. ഈ വാക്ക് വായിക്കുന്നത് ബാലറ്റ് എന്നല്ല, ബാലേ. ബാലേ. മറ്റൊരു വാക്കാണ് SOFT, സോഫ്റ്റ്. ഇവിടെ ടി ഉച്ചരിക്കണം. മൃദുവായ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. എന്നാൽ ഈ വാക്കിന്റെ വെർബ് ഫോമാണ്, ക്രിയാരൂപമാണ് സോഫ്റ്റ്. എഴുതിയിട്ട് EN കൂടെ ചേർക്കുന്നത്. സോഫ്റ്റൺ എന്ന് എഴുതുന്നു, പക്ഷേ വായിക്കുമ്പോൾ ടി ഉച്ചരിക്കാറില്ല. സോഫൺ. സോഫൺ. ഇനി മറ്റൊരു വാക്ക് CASTLE. കാസ്റ്റിൽ എന്ന് എഴുതുന്നു, വായിക്കുന്നത് കാസിൽ. കാസിൽ എന്ന് പറഞ്ഞാൽ കൊട്ടാരം. പാലസ് എന്ന വാക്കിന്റെ മറ്റൊരു വാക്കാണ് കാസിൽ. ഇനി നമുക്കെല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു വാക്കാണ് LISTEN. ലിസ്റ്റൺ എന്ന് എഴുതുന്നു, പക്ഷേ വായിക്കേണ്ടത് ലിസൺ. ലിസൺ. ശ്രദ്ധിക്കുക എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം, ലിസൺ. ഇനി വേറൊരു വാക്കുണ്ട് DEBT. ഡെപ്റ്റ് എന്ന് എഴുതുന്നു, പക്ഷേ ടി സൈലന്റ് ആണ്. ഈ വാക്ക് വായിക്കേണ്ടത് ഡെറ്റ്.